പലരും പല തരത്തിലായിരിക്കും കോഴ്സിന് ജോയിൻ ചെയ്യുക. ചിലവരെ പേരൻസ് വലിച്ചു കൊണ്ടുവരും. ബാ ഇവിടെ നിന്ന് വലിക്കുക, ഇങ്ങോട്ട് വന്നു മോനെ, ബാ നീ സ്റ്റേജിലേക്ക് കയറിക്കുക, നമുക്ക് ഒരുമിച്ച് കയറാം, ബാ ഓടിയോ സ്റ്റേജിൽ. ഓക്കെ, ചിലവരെ പേരൻസ് വലിച്ചു കൊണ്ടുവരും. ഇപ്പം ഇവന് പൈലറ്റ് ആവണമെന്നില്ല, പേരൻസിൻ്റെ ആഗ്രഹമാണ് പൈലറ്റ് ആവണം. നീ അങ്ങോട്ട് വലിച്ചു, ഞാൻ ഇങ്ങോട്ട് വലിക്കുക, നിനക്ക് താല്പര്യമില്ല, ബാ. എടാ ഇത് അഭിനയമാണ്, എന്നെ വലിച്ചു കൊണ്ടുപോവോ അവനിക്ക്? മോനെ വാടാ, ബാ അടിപൊളിയാണ്, ക്യാപ്റ്റൻസ് വിൻഡോ സൂപ്പറാണ്, എടാ നീ പൈലറ്റ് ആവാ. ബന്ധുക്കൾ അപ്പം നീ പറ എനിക്ക് കണ്ടുകൂടാ പൈലറ്റ്, ഇഷ്ടമല്ല, പറയ് അല്ല എന്താ പറഞ്ഞത്, പൈലറ്റ് ആവണ്ട. ചിലവർ ഒന്ന് കൈയടിച്ചു കൊടുത്തു, താങ്ക് യു. ചിലവരെ പേരൻസ് വലിച്ചുകൊണ്ടുവരും. പല കോഴ്സിനും പേരൻസിൻ്റെ നിർബന്ധപ്രകാരം ചെയ്യുന്നുണ്ട്. ചിലവരെ പേരൻസ് തള്ളിവിടും. തള്ളാൻ പറ്റുന്ന ആരെങ്കിലും ഒരാൾ? വാ മോനെ വാ. ഷോ എന്നാ ലുക്കാ പയ്യൻ, ഒന്ന് നോക്കിയേ. അതിൻ്റെ മുഖമാണോ? അതെല്ലാവർക്കും അറിയാമല്ലോ. നല്ല ലുക്കുണ്ട് അല്ലേ? പഴയ സിനിമകളിലൊക്കെ ഉള്ള പോലെ. ഒരു പേരൻസ് എവിടെ? ആ എന്നെ എന്തെങ്കിലും ചെയ്യോ ഇത് കഴിഞ്ഞിട്ട്? പാവാണ്, അല്ല ഞാൻ പാവാന്ന്. ഓക്കെ, ചിലവരെ പേരൻസ് തള്ളിവിടും. പോടാ അടക്ക് ആ അടന്നോ പോയി പൈലറ്റ്. ഇല്ല ഞാൻ പോകുന്നില്ല. പറഞ്ഞോ, അപ്പോ പോയി പൈലറ്റായി വാ. പോകുന്നില്ല അച്ഛാ. ഇവനാ പാവാന്ന് പറഞ്ഞത്. അവൻ വിളിച്ചേട്ടോ, പോകുന്നില്ല അച്ഛാത്. തളർന്നു ഇനി പൊക്കോ, എനിക്കിത് കിട്ടണം. ഓക്കെ, അപ്പം ചിലവരെ പേരൻസ് വലിച്ചുകൊണ്ടു, ചിലവരെ പേരൻസ്. പക്ഷെ ഒരു കാര്യം പറയണ്ട, താങ്കളുടെ അച്ഛൻ നല്ല സുന്ദരനാട്ടോ. സാറൊന്ന് എഴുന്നേറ്റ് നിന്ന്, ഒന്ന് എഴുന്നേറ്റ് കാണട്ടെ. വേണ്ട ഇരുന്നു. ചിലവരെ പേരൻസ് വലിച്ചു കൊണ്ടുവരും, ചിലവരെ പേരൻസ് തള്ളിവിടും, ചിലവർ പേരൻസിൻ്റെ ഒപ്പം വരും. മോള് വാ, നിങ്ങൾ പഴയ ബാച്ചുള്ളതാ പുതിയ ബാച്ചോ? ഈ ബാച്ചാ? ബാ ഓടി വാ. ഒപ്പം പേരൻസിൻ്റെ കൂടെ ബാ മോള് വാ. നമുക്ക് ഇങ്ങനെ പോകാം. കോഴിക്കോട് പോയിട്ട് അടിച്ചു പൊളിക്കണം. അങ്ങനെ ആരും വിളിച്ചാൽ പോരുത് കേട്ടോ. ആ കുട്ടി അങ്ങനെ പോയേനെ. വെരി ഗുഡ് മോൻ, ഇരിക്കണം. താങ്ക് യു. മോളുടെ പേരൻസ് എവിടെ? ചിലവര് സ്വയം വരും, തീരുമാനം എടുത്തിട്ട് വരും. ചിലവരെ പേരൻസ് പുഷ് ചെയ്ത് വിടും, അല്ലെങ്കിൽ ബന്ധുക്കൾ പുഷ് ചെയ്ത് വിടും. ചിലവരെ പേരൻസ് തള്ളിയിട്ട്. ഞാൻ ഇങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു മാത്രമേ ഉള്ളൂ, മൊത്തത്തിലൊന്ന് കാര്യങ്ങൾ പറയുന്നത് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ചില കുട്ടികളുണ്ട്, അവരെ നമുക്കറിയാം, അവരെ കണ്ണിലത് ആ തിളക്കണ്ട, അവരെ സീരിയസ്നെസ് അതുപോലെ ഉണ്ടാവും. സ്വയം തീരുമാനമെടുത്തിട്ട്, അതായത് പൈലറ്റ് എന്നുള്ളത് അതെൻ്റെ ഐഡൻറ്റിറ്റിയാണ്, അതിനുവേണ്ടി ഞാൻ 200% ഡെഡിക്കേറ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചു വന്ന ചില മക്കളുണ്ടാവും. എത്ര പേർക്ക് സ്വയം നിങ്ങളങ്ങനെ തീരുമാനമെടുത്ത് വന്നതാണെന്ന് പറയാനുള്ള കരുത്തുണ്ട്? കൈ ഉയർത്തു, ഞാനൊന്ന് കാണട്ടെ. റേസ്. ഓ ബ്യൂട്ടിഫുൾ. ഒന്ന് കൈയടിച്ചു കൊടുത്തേ.